നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുജൻ അഥവാ അംഗാരകൻ എന്ന് പറയുന്ന ഗ്രഹം ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലമാണ് തരുന്നത് എന്നാണ് നോക്കുന്നത്. കുജൻ എന്ന് പറയുന്ന ഗ്രഹം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കുജനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ, നമ്മൾ ഗ്രഹങ്ങളുടെ സീരീസ് പറഞ്ഞതിൽ കുജനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ പോയി കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന അതിനകത്ത് കുജനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഉണ്ട്, അത് കാണുക. അതുപോലെ തന്നെ 12 ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോയും കാണുക. ഇത് രണ്ട് കണ്ട ശേഷം വേണം ഈ വീഡിയോ കാണാൻ. കാരണം അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഇവിടെ മിസ്സായെന്നിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒന്ന് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ. കുജൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സൈന്യാധിപനാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. ധൈര്യമാണ്, വീര്യമാണ്, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്, യൗവനമാണ്, അല്ലേ, പൗരുഷമാണ്. ഇതൊക്കെയാണ് ചൊവ്വ. അപ്പം ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവരുടെ എനർജി ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ചൊവ്വ കുറച്ച് സാഹസികനാണ്. ചൊവ്വയുടെ അതിദേവതയായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി ആകുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കുറച്ച് സാഹസികതയാണ്. അതുപോലെ ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് എടുത്ത് ചാടി ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി അവർക്കുണ്ടാവും. അവരുടെ ഇത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല കറേജുമായിരിക്കും. ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും സാധാരണ ആൾക്കാർക്ക് പേടി തോന്നുന്ന പല സ്ഥലങ്ങളിലും അവർ വളരെ ഫിയർലെസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ബോൾഡായിട്ടും തീരുമാനമെടുക്കാനുള്ളൊരു കഴിവും വളരെ ഡിറ്റർമൈൻഡുമായിരിക്കും എന്നുള്ളതാണ് ചൊവ്വ ലഗ്നത്തിൽ നിന്നാലുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഇവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സൈന്യാധിപനാണല്ലോ. ഇപ്പം പൊതുവെ പട്ടാളം, പോലീസ്, അതേപോലെ പൊക്കം കുറഞ്ഞ ഒരു ജിമ്മിൽ നന്നായിട്ട് ബോഡി ബിൽഡേഴ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പം സൈന്യാധിപൻ എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പോൾ അതാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ഒറ്റ വിസിലിന് 10,000 പേരെ ഒറ്റ അടിക്ക് അറ്റൻഷനാക്കി നിർത്താനുള്ള ഒരു കഴിവ് ഉണ്ട്. എല്ലാ പടയാളികളെയും ഒറ്റ വിസിലിന് അറ്റൻഷനാക്കി നിർത്താനുള്ളൊരു കഴിവ്, അവരെ അത്ര ഭയമായിരിക്കും എന്നുള്ളതാണ്. ചൊവ്വയുടെ കുറച്ച് ക്രൂരന്മാരായിരിക്കും എന്നുള്ളതാണ്. ക്രൂരത ഉണ്ടാവും അവർക്ക്. പക്ഷേ അതുപോലെ തന്നെ ആ ഒരു ഭയവും അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. ഒരു സൈന്യാധിപ ശൈലിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്കുണ്ടാകും. ലീഡർഷിപ്പ് ക്വാളിറ്റി പല തരത്തിലുണ്ട്. അപ്പോൾ അതിൽ ഒരു സൈന്യാധിപ ശൈലിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കും. ബോഡി ഓറിയൻറ്റഡ് ആയിരിക്കും പൊതുവെ. പിന്നെ ഒരു അത്ലറ്റിക് സ്റ്റൈലായിരിക്കും അവർ. ഓട്ടം, ചാട്ടം, എക്സസൈസുകൾ, അതിനോടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും കുറച്ചൊരു ചിന്ത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സോളെന്ന് പറയുന്നത് ഈ കുജൻ ലഗ്നത്തിൽ നിൽക്കുകയും കുജൻ ജാതകത്തിൽ ബലപ്പെടുകയും ലഗ്നാധിപൻ ബലപ്പെടുകയും കുജൻ്റെ രാശിയിൽ തന്നെ നിൽക്കുകയും അത് ലഗ്നാധിപനാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സോളാണ് ഇവർ. അച്ചീവേഴ്സ് ആണ് ഇവർ. ആൾവേസ് സ്ട്രൈവിങ് ഫോർ എക്സലൻസിന് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അഗ്രഷൻ ആൻഡ് ഇമ്പൾസീവ്നെസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് ടെമ്പേർഡ് അല്ലെ ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. അത് ഇറിറ്റേറ്റഡ് ആവുന്നത് മാത്രമല്ല, ഇപ്പോൾ രവി ആണെങ്കിലും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ ചിരിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യാനുള്ളൊരു രാജകീയ കഴിവ് രവിക്കുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. നമ്മൾ പറയത്തില്ലേ, പെട്ടെന്ന് ദേഷ്യം വരും, ഒരു ശുദ്ധരാന്ന് തോന്നുന്നു, പൊട്ടന്മാരാന്ന് തോന്നുന്നു നമ്മൾ പറയുന്ന രീതിയിൽ പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി. കുറച്ച് ക്രൂവലായിരിക്കും ഇവർ. ഇവരുടെ കോൺഫ്ലിക്ട്സ് ആൻഡ് ഒപ്പോസിഷൻസ് എന്ന് പറയുന്നത് ചലഞ്ചസ് ആയിരിക്കും എപ്പോഴും അതോറിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ. അതോറിറ്റേറ്റീവായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇവരുടെ ദേഷ്യം, ഇവരുടെ ഒരു രീതി, ഇവർ ഇടപെടുന്ന കാര്യങ്ങളിലൊന്നും ഒരു ബലം, ഇവരെ ഒന്ന് ഭരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ എപ്പോഴും
ഇവർ എടുത്തു ചാടി എടുക്കുന്ന തീരുമാനങ്ങളോ ഉടക്കുകൊണ്ടോ ഒക്കെ ഇവർ താഴേക്കേ വരത്തുള്ളൂ. ഡിപ്ലോമാറ്റിക്കായിട്ട് ദേഷ്യത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, ഇമോഷണൽ റിയാക്ടിവിറ്റി, പെട്ടെന്ന് ദേഷ്യം വരുമ്പം അതിനനുസരിച്ചുള്ള വികാര വിക്ഷോഭങ്ങൾ, വികാരം കൊണ്ടുള്ള എടുത്തുചാട്ടം, അടിയിടി, വഴക്ക്, ദേഷ്യം, കരച്ചിൽ, പെട്ടെന്ന് ഇടിയുണ്ടാക്കുക, വേദനിപ്പിക്കുക, വെട്ട്, കുത്ത്, ഇങ്ങനെയൊക്കെ ഉള്ളത് വരും. ലഗ്നത്തിൽ കുജൻ നിൽക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ഹെൽത്ത് ഇഷ്യൂസ് പ്രധാനമായിട്ടും രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റ്സ്, ഇഞ്ചുറീസ്, ബ്ലഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, സർജറി വേണ്ട കാര്യങ്ങൾ, പിന്നെ കുത്ത്, വെട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ. ഈ രവിയുടെ കൂട്ട് തന്നെ സൈന്യാധിപനല്ലേ, രവി രാജാവാണെങ്കിൽ കുജൻ സൈന്യാധിപനാണ്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് സെൻറ്റേഡ്നെസ് ഇവർക്കുണ്ടാവും. റിലേഷൻഷിപ്പുകളിലും ഇടപെടുന്നിടത്തും ഒക്കെ കുറച്ച് ഡോമിനേറ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അത് നമുക്കറിയാം. കുജൻ്റെ ഇതുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം. ഇവർക്കൊരു 50 വയസ്സായാലും ഒരു 40 വയസ്സിന് താഴെ തോന്നത്തുള്ളൂ. രവിക്ക് ഇതാണ് കൂടുതൽ. കുജന് മനസ്സിൻ്റെ ഇതുകൊണ്ടാണ്, എടുത്തുചാട്ടമാണ് കൂടുതൽ. രവി തല ഉപയോഗിക്കും, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. പക്ഷേ ചൊവ്വ അങ്ങനെയല്ല, ചൊവ്വ എടുത്തുചാട്ടമാണ്. അതുകൊണ്ട് തന്നെ സൈന്യാധിപനാണ്. രവി ഉപയോഗിക്കുന്ന, രവിയുടെ ബുദ്ധി കൊണ്ട്, അതായത് രാജാവിൻ്റെ ബുദ്ധി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഫോഴ്സുകൾ പലതും, അധികം ബുദ്ധി ഉപയോഗിക്കാതെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഫോഴ്സുകൾ പലതുമായിട്ട് നമുക്ക് കുജനെ കാണാം. പോലീസ്, ഫയർഫോഴ്സ്, പട്ടാളം, സർജൻസ്, സർജറി എക്യുപ്മെൻറ്റ്സ്, അടിയിടി ഒക്കെ, വഴക്ക്, ഇതെല്ലാം ചൊവ്വയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരാളുടെ ജീവിതത്തിൽ, ഒരാളുടെ ക്യാരക്ടറിൽ ഈ സ്വഭാവമൊക്കെ കാണുവാണെങ്കിൽ അയാൾക്ക് ചൊവ്വ വിലപ്പെട്ട ആളാണെന്ന് പറയാം. ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നവർക്ക് ഈ ചലഞ്ചസ് ഒക്കെ മിക്കപ്പോഴും കാണാനും സാധ്യതയുണ്ട്. ചൊവ്വ ലഗ്നത്തിൽ നിന്നാൽ ഇവരുടെ കരിയർ പാത്ത് അഥവാ ലൈഫ് പാത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ലീഡർഷിപ്പ് റോളുകൾ പലപ്പോഴും എക്സിക്യൂട്ടീവ് റോളുകൾ പറ്റും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് റോളുകൾ പറ്റും. മാനേജേഴ്സായിട്ടൊക്കെ ഇരിക്കുന്ന മാനേജ്മെൻറ്റ് റോളുകൾ പറ്റും. അഡ്മിനിസ്ട്രേഷൻ ഹെഡൊക്കെ ആവാനുള്ള ഇത് പറ്റും അവർക്ക്. ആൻറ്റർപ്രണർ റോളുകൾ പറ്റും. കുറച്ച് തീ പോലെ നിൽക്കുന്ന സ്വഭാവമായിരിക്കും എന്നേ ഉള്ളൂ. സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് മേഖലകളിലൊക്കെയുള്ള കാര്യങ്ങൾ പറ്റും. അത്ലറ്റിക് പെർസ്യൂട്ട്സ്, അല്ലെങ്കിൽ കോച്ചിങ്, ജിമ്മിൻ്റെയൊക്കെ ആശാന്മാരാവുന്നത്, അല്ലെങ്കിൽ ആശാട്ടിമാരാവുന്നത്, പലതരത്തിലുള്ള അത്ലറ്റിക് കോച്ചിങ്, സ്പോർട്സ് കോച്ചിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ ഒക്കെ ചെയ്യാൻ ഇവർക്ക് പറ്റും. പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒക്കെ ട്രെയിനിങ് എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇവർക്ക് പറ്റും. ചൊവ്വയ്ക്ക് വില ഉള്ളവരത് ചെയ്യുന്നത്. മിലിറ്ററി അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് മേഖലകളിലൊക്കെ ഇവർക്ക് പറ്റും. നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് സർവീസസ് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, രാജ്യരക്ഷ അല്ലെങ്കിൽ നാടിൻ്റെ രക്ഷ എന്നൊക്കെ പറയുന്ന, തീവ്രവാദങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ സദാ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ സമാധാനമായിട്ടിരിക്കുന്ന, അയൽ രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ തീവ്രവാദികളുടെയും അകത്തും പുറത്തുമുള്ള രാജ്യത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സമാധാനമായിട്ടിരിക്കാൻ കാരണമാകുന്ന ഒരു വലിയൊരു വിങ്ങുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് സർവീസ് ഏരിയകളുണ്ട്. അതൊക്കെ സൈന്യാധിപന്മാരാണ് കൈകാര്യം ചെയ്യുന്നത്. ചൊവ്വയ്ക്ക് ബലമുള്ളവരാണ് അത് കൈകാര്യം ചെയ്തത്. ആ മേഖലകളിലൊക്കെയുള്ള ജോലി ഇവർക്ക് പറ്റും. എൻജിനീയറിങ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ മേഖലകളിൽ, ഹെവി മെഷീൻസ് ഉള്ള മേഖലകളിൽ ഒക്കെ പറ്റും. അതിനകത്ത് ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസും പുതിയ പുതിയ ടെക്നോളജികളെ കുറിച്ചുള്ള രീതികളും ഒക്കെ ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ഫീൽഡുകളിൽ സെയിൽസ്, മാർക്കറ്റിംഗ് പറ്റും. ഡിബേറ്റിംഗ് മേഖലകളുണ്ടല്ലോ, അടിയുണ്ടാക്കാൻ പോവുക, വഴക്കുണ്ടാക്കുക, വാക്കുകൊണ്ട് തന്നെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചില ചാനലുകളുടെ അവതാരകരായിട്ടിരിക്കുമ്പോൾ തോന്നാറുണ്ട്, ഇവർ ബുധനും അതുപോലെ ചൊവ്വയും കൂടെ ചേരുമ്പോഴാണല്ലോ ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതിരി ബഹളങ്ങളാണ് നടക്കുന്നത് പലപ്പോഴും. ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് അഭിപ്രായം പറയുന്നവർ ആക്ച്വലി, പ്രത്യേകിച്ച് അവതാരകന്മാരായിട്ടുള്ളവർക്ക് ഏതൊരു ഇന്ത്യൻ പൗരനും ഉള്ള അവകാശവും അധികാരമേ ഉള്ളൂ. പക്ഷെ അവരുടെ സംസാരവും അവർ പ്രവോക്ക് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ഇവർക്ക് ചൊവ്വയ്ക്ക് നല്ല ബലമുണ്ടല്ലോ. കാരണം ആ മാതിരി രീതിയിലാണ് ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്ത്
ഒക്കെ ഇവർ പറയുന്നത് അവരുടേതായ ഒരു പ്രത്യേക രാഷ്ട്രീയങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നത്. ഏത് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അവരവരുടേതായ ചാനൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഒരു സൈഡിലേക്ക് ഒരു ചായ്വുണ്ടാവും. അതൊന്ന് നോക്കിയാൽ അപ്പോൾ അതിൻ്റെയൊക്കെ അവതാരകരായിട്ടൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ചൊവ്വയ്ക്ക് കുറച്ച് ബലം വേണം, ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കോമ്പറ്റീറ്റീവ് ഫീൽഡുകളിൽ ഒരു ഡിബേറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ വേണ്ടത് ചൊവ്വയ്ക്ക് ബലമുള്ളവർക്കാണ്. നമുക്കിനി റിലേഷൻഷിപ്പ് നോക്കാം. റിലേഷൻഷിപ്പിൽ വളരെ പാഷനേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ വളരെ ഇൻറ്റൻസ് ആയിരിക്കും റിലേഷൻഷിപ്പിൽ. മനസ്സിലാവുന്നോ? താൻ സ്നേഹിക്കുന്ന ആളിന് വേണ്ടിയിട്ട് അത്രയും ഒരു എടുത്തു ചാടുകയും റിസ്കുകൾ എടുക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ആളായിരിക്കും. പക്ഷേ അതിനുള്ളിൽ തന്നെ ഈ പാർട്ട്ണർഷിപ്പിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡോമിനേറ്റിംഗ് ആയിരിക്കും ആൾ. കുറച്ച് സെൽഫിഷ്നെസ്സും പൊസസീവ്നെസ്സും ഒക്കെ കൂടിയിട്ട് കൺട്രോളിങ്ങും ഉള്ള ആളായിരിക്കും. ഏതാ എങ്ങനെയാ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് മറ്റേ ചന്ദ്രൻ്റെ കൂട്ടുള്ള ഇൻസെക്യൂരിറ്റി കൊണ്ടല്ല, ഇതൊരു ഡോമിനേറ്റിംഗ് നേച്ചറായിരിക്കും. അതുപോലെ നല്ല പ്രൊട്ടക്റ്റീവും കെയറിങ്ങും ഒക്കെ ആയിരിക്കും, നല്ലൊരു പരിധിവരെ ലോയലും ആയിരിക്കും. ഈ ചൊവ്വ മോശമായി ലഗ്നത്തിൽ നിന്നുള്ള ഒരു കുഴപ്പമെന്ന് പറയും, ചൊവ്വ കുറച്ച് മോശമായിട്ട് ബലപ്പെട്ടാണ് ലഗ്നത്തിൽ നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് സെക്ഷൽ പ്ലഷർ ലെസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അത് ഒരു സ്നേഹത്തിൻ്റെ ബേസിലല്ല, ശാരീരികമായിട്ടുള്ള ആവശ്യം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പല ഹൊറോസ്കോപ്പുകളും അല്ലെങ്കിൽ കുജൻ ലഗ്നത്തിൽ നിൽക്കുന്നതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും റിസർച്ചിങ് ടെക്സ്റ്റുകളിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അതാത് ഗ്രന്ഥകർത്താക്കന്മാരുടെ ഒബ്സർവേഷനായിട്ട് പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് ബോഡി ഓറിയൻറ്റഡ് ആയിരിക്കും. ഈ നമ്മൾ പറയത്തില്ല, ഈ ശാരീരികമായിട്ടുള്ള അക്രമങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയുള്ളവരോട് താമസിക്കുന്ന സ്ത്രീകൾക്ക് ചിലപ്പം തോന്നിയേക്കാം എന്നെ അവരൊരു സെക്ഷൽ ടോയ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ചും എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ത്രീയാണ് ഇവരെന്നൊക്കെ ഉള്ളത് തോന്നിയേക്കാം. പ്രത്യേകിച്ച് വളരെ നെഗറ്റീവായിട്ട് ലഗ്നത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഡൻസി ടു റേപ്പ് അല്ലെങ്കിൽ അക്രമം, അങ്ങനെയൊക്കെ ഒന്ന് വേദനിപ്പിക്കാനൊക്കെയുള്ള ഒരിതും. പിന്നെ ഈ ശരീരം കൊണ്ട് സ്നേഹത്തിനപ്പുറമായിട്ട് ശാരീരികപരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ്, ശരീരത്തിലാണ് ആണത്വം ഇരിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ കഴിവിരിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ വെച്ചിട്ട് അത് വെച്ച് പ്രൂവ് ചെയ്യാൻ നോക്കും. താൻ ആണാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിത്, അല്ലെങ്കിൽ പെണ്ണാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെന്നുള്ള സെക്ഷൽ ഡ്രൈവ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുതലും ബോഡി റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ലെവൽ കഴിയുമ്പം പലർക്കും ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന പല ആൾക്കാരുടെയും റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നത് കണ്ടിട്ടുണ്ട്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇവർക്കൊരു 50 വയസ്സ് 60 വയസ്സായാൽ പോലും ഒരു 60 വയസ്സിൻ്റേതായിട്ടുള്ള ഒരു പ്രായം ഇവരുടെ മുഖത്ത് ആണായാലും പെണ്ണായാലും തോന്നത്തില്ല എന്നുള്ളതാണ്. പൊക്കം കുറവായിരിക്കും, നല്ല തെളിച്ചമായിരിക്കും, എപ്പോഴും ഒരു യൗവനം മുഖത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. പൊതുവേ ലഗ്നത്തിൽ കുജൻ നിൽക്കുന്നവർ ഭൗതികവാദികളാണ്. ബലപ്പെട്ടും മറ്റ് പാപബന്ധമൊന്നും ഇല്ലാതെ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. പൊതുവേ റിലേഷൻഷിപ്പിനും ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിനും ഒക്കെ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് കുറച്ച് പരാജയത്തിന് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പിരിച്വൽ ആവുന്നതാണ് നല്ലത്. അപ്പം ഇവരുടെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നർ സ്ട്രെങ്ത് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ചാനലിങ് എനർജി ആൻഡ് ഇമോഷൻസ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവരവരുടെ എനർജിയെ പ്രോപ്പറായിട്ട് ചാനൽ ചെയ്യുകയും അവരവരുടെ ഇമോഷൻസിനെ, അവരവരുടെ വാസനകളെ പ്രോപ്പറായിട്ട് ചാനൽ ചെയ്യുകയും ചെയ്ത് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. അതൊരു വലിയ സ്പിരിച്വാലിറ്റി ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ വാരിയറായിട്ട് ഇരിക്കുക. ഉള്ളിലെ അസുരന്മാരുമായിട്ട് നിരന്തരമായി യുദ്ധം ചെയ്യുക. ഉള്ളിലെ വാസനകളുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്ത് മുന്നോട്ട് കയറി വരാൻ നോക്കുക. കുജൻ മൃഗശീർഷ നക്ഷത്രത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് ഇടവൻ രാശിയിലെ മകയിരമാണ് മൃഗശീർഷം. മകയിര നക്ഷത്രത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണൽ സ്റ്റാറാണ് മകയിരം എന്ന് പറയുന്നത്. കസ്തൂരി പൊഴിച്ചു പോകുന്ന പോലെയാണ്. അപ്പം കുജൻ ആ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അത് ഇടവൻ ലഗ്നമായി വരികയും കുജൻ ആ നക്ഷത്രത്തിൽ നിൽക്കുകയും ചെയ്താൽ
മകീരം ആദ്യത്തെ 1-2 പാദത്തിൽ നിന്ന് കഴിഞ്ഞാൽ പൊതുവേ അത്ര നല്ല സ്വഭാവമായിരിക്കത്തില്ല. അപ്പം കുജൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നത് നല്ല ബലമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു കുറച്ച് മോശം ഇതിനുള്ളൊരു സാധ്യതയുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ 4-ലേക്കും 7-ലേക്കും 8-ലേക്കും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വയുമായിട്ട് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ, ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഒക്കെ ചൊവ്വയുടെ ഫലത്തെ സ്വാധീനിക്കും. ചൊവ്വ കുജനുമായിട്ട് യോഗം ചെയ്യുമ്പോൾ ഉള്ള ഫലം, അഗ്നിമാരുതി യോഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് പോയി കാണുക. ചൊവ്വ ശനി യോഗത്തിൻ്റെ അത് 5 മുതൽ 10 ഡിഗ്രിക്കുള്ളിൽ വന്നാലാണ് കൂടുതൽ ഫലം വരുന്നത്. അതുപോലെ ചൊവ്വ നിൽക്കുന്ന രാശിയാധിപനും ചൊവ്വയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ദശ, അപഹാരം, ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഫലം വരുന്നത്. പൊതുവേ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നവർ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ എടുത്തു ചാടുന്നത്, ദുർബുദ്ധി, ഇതൊക്കെ ധൈര്യം, വീര്യം, ദുർബുദ്ധി ഇതൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് കാര്യങ്ങളിലും റിലേഷൻഷിപ്പ് കാര്യങ്ങളിലും ഒക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തുക കേട്ടോ. ഇനി റെമഡീസ് ആൻഡ് ടിപ്സ് നോക്കാം. എൻഗേജ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി, സ്പോർട്സ് ഓർ ഫിറ്റ്നസ്. ഈ ഏരിയകളിൽ നിങ്ങളെ എൻഗേജ് ചെയ്യുക. നിങ്ങളുടെ എനർജി, ഉള്ളിലിരിക്കുന്ന ആ ശക്തിയെ അതിലേക്ക് കൊണ്ടുവരിക. പ്രാക്ടീസ് സെൽഫ് അവെയർനെസ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ. 2. കൾട്ടിവേറ്റ് ഹ്യൂമിലിറ്റി, കമ്പാഷൻ ആൻഡ് എംപതി. 3. ബാലൻസ് യുവർ എനർജി വിത്ത് മെഡിറ്റേഷൻ, സാധന, എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തൊന്ന് ശാന്തമായിരിക്കാൻ നോക്കുക. കുജൻ ബലപ്പെട്ട് പുരുഷരാശികളോ പുരുഷ നക്ഷത്രങ്ങളോ ആയിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി, വീരഭദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവതകളാണ്. ദേവിമാരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഭദ്രകാളി, രക്തേശ്വരി, രക്തചാമുണ്ഡി തുടങ്ങിയിട്ടുള്ള ദേവതകളാണ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ദേവതകളെ ആശ്രയിക്കുക. അതുപോലെ തന്നെ ചൊവ്വയെ വർഷിപ്പിക്കുക. ചൊവ്വ, നവഗ്രഹങ്ങളിൽ ചൊവ്വയെക്കുറിച്ചുള്ള റെമഡീസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റെമഡീസ് എന്നുള്ള ഇതിനകത്ത്, പരിഹാരങ്ങൾ എന്നുള്ളതിനകത്ത് അത് പോയി കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ചൊവ്വയ്ക്ക് ബലമുള്ളവരോട് എനിക്ക് ലാസ്റ്റ് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങളുടെ ഒരു ശുദ്ധതയുണ്ട്, ഒരു സ്ട്രെയിറ്റ് ഇതുണ്ട്. പല തരത്തിലുള്ള നിങ്ങളുടെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഒരു ശുദ്ധതയുണ്ട്, ഒരു പൊട്ടത്തരമുണ്ട്. അത് നന്നായിട്ട് ക്രൂക്കഡായിട്ടുള്ള ഒരാൾക്ക്, നന്നായിട്ട് ബുദ്ധിശാലിയായിട്ടുള്ള ഒരാൾക്കത് ഉപയോഗിക്കാൻ പെട്ടെന്ന് കഴിയും. നിങ്ങളെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ട്രാപ്പിലാക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. ഈശ്വരനെ നന്നായിട്ട് ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. ദേഷ്യവും വെറുപ്പും വൈരാഗ്യബുദ്ധിയും ഒക്കെ കുറച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ നോക്കുക. ഈശ്വരനെ ആശ്രയിക്കുക, ഭദ്രകാളിയെ ആശ്രയിക്കുക, അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഗ്രഹവുമായിട്ട് കാണാം. നമസ്കാരം.